Yo guys, this is Milan and welcome back to my channel. നമ്മൾ ആപ്പിൾ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഐഫോണിലുള്ള കസ്റ്റമൈസേഷൻ. ലാക്ക് ഓഫ് കസ്റ്റമൈസേഷൻ ഒരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. കാരണം ആൻഡ്രോയിഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫോണുകൾക്ക് ധാരാളം കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. ഈ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തീമുകൾ ഇൻസ്റ്റാൾ ചെയ്യാം, ആപ്പ് ഐക്കണിൻ്റെ കളർ മാറ്റാം, അതിൻ്റെ രൂപങ്ങൾ മാറ്റാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട് കസ്റ്റമൈസേഷനിൽ. അപ്പോൾ ഈ ഒരു കസ്റ്റമൈസേഷനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ആൻഡ്രോയിഡിന് അത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഐഫോൺ യൂസേഴ്സിനെ അത് സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കസ്റ്റമൈസേഷൻ. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഡെയിലി വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ആ ഒരു വാൾപേപ്പറുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ്റെ ഒരു കുറവുണ്ട്, നമ്മൾ പെട്ടെന്ന് ആ വാൾപേപ്പർ ഇട്ടേക്കുന്ന ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫ്രഷ്നെസ് നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മുടെ ഐപോഡിനും ഐപാഡിനും ഐഫോണിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ലിങ്കും കൂടെ എക്സ്ട്രാ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിൻ്റെ ഒരു ലിങ്കാണ്. അത് ഗൂഗിൾ ഡ്രൈവറിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ചേർക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമുള്ളൂ. കാരണം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, സോ പോയി ചെക്ക് ചെയ്യുക. അതിന് കൂടെ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെനോഷെയർ ആണ്. ഇപ്പോൾ ടെനോഷെയറിൻ്റെ iCare ഫോൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ബാക്കപ്സ് ഒക്കെ നമുക്ക് ഇൻഡിവിജ്വലി ആക്സസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത് വെച്ച ബാക്കപ്പ് ചെയ്യുന്ന നമുക്ക് ഏതെങ്കിലും ഡാറ്റാസ് റിക്കവർ ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും ബൂട്ട് ലൂപ്പിൽ പെടുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ ഒരു ബൂട്ട് ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പം വിതൗട്ട് എനി ഫർദർ ado, let's start the video. അപ്പോൾ ഇനി നമ്മുടെ വാൾപേപ്പർ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൽ ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻ പെയ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇൻ ആപ്പ് പർച്ചേസ് ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ അതൊന്നും വാങ്ങിക്കാതെ തന്നെയും നമുക്ക് അത്യാവശ്യം നല്ല വാൾപേപ്പേഴ്സ് ഇതിനകത്ത് ലഭ്യമാണ്. അതോടൊപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാനൊരു സ്പെസിഫിക് ലിങ്ക് ഉണ്ട്, അത് ഓരോ തവണയും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ക്ലാരിറ്റി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളം കളക്ഷൻസ് ഉണ്ട് വാൾപേപ്പേഴ്സിൻ്റെ. അത് നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷൻസാണ്, നല്ല ക്വാളിറ്റി വാൾപേപ്പേഴ്സ്. ഈ വാൾപേപ്പേഴ്സിനെ ഓർഗനൈസ് ചെയ്തേക്കുന്ന രീതിയും നല്ല മികച്ചൊരു രീതിയിൽ തന്നെയാണ് ഇത് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയറിയാം, ഹെഡിങ് ആണ് പറയുക, എർത്ത് കളേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. അതേപോലെ തന്നെ സൈബർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ. അതിൻ്റെ താഴേക്ക് പോകുമ്പം ഫ്രൂട്ട് കളേഴ്സ്, സ്കൈ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ചില ഹെഡിങ്ങിൻ്റെ സൈഡിൽ പ്രോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് അത് നമ്മൾ ബൈ ചെയ്യണം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യുക, അതിനുശേഷം താഴെ ബോട്ടത്തിൽ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈബ്രറിയിലേക്ക് ഇത് സേവ് ആയിക്കോളും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേൾ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ മേളിൽ മാത്രമാണ് നമുക്ക് നോക്കിയറിയാം ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്, എക്സ്ക്ലൂസീവ്, റേറ്റിംഗ്, അതേപോലെ തന്നെ മണിക്കൂർ, അതായത് ആ ദിവസത്തെ ഹിറ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്, പിന്നെ റാൻഡം സെലക്ഷൻ, അങ്ങനെ പല ഓപ്ഷൻസ് മെയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റേ ആപ്ലിക്കേഷനകത്ത് ഇച്ചിരി ഓർഗനൈസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഇച്ചിരിയും കൂടെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തും ചില ലോക്ക്ഡ് വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടാൽ ഇവിടെ ഒരു വാച്ച് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോ കാണുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വാൾപേപ്പർ അൺലോക്ക് ആവും. അങ്ങനെ നമുക്ക് ഈ ചില പ്രോ വാൾപേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാംബർഗർ ടൂൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വാൾപേപ്പേഴ്സ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾപേപ്പേഴ്സ്, അതേപോലെ ഡബിൾ വാൾപേപ്പേഴ്സ്, എക്സ്ക്ലൂസീവ് വാൾപേപ്പേഴ്സ്, ഹിസ്റ്ററി, നമ്മൾ ഏതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഹിസ്റ്ററി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ
ഏതൊക്കെ ജേണേഴ്സിലുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വാൾപേപ്പേഴ്സിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാൾപേപ്പർ ഫോർ മീ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിനകത്തുള്ള മിക്ക വാൾപേപ്പേഴ്സും പെയ്ഡാണ്, പക്ഷേ ഫ്രീ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ഉണ്ട്. ഇത് ഇവിടെ ടോപ്പിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ രണ്ടാമത്തെ വാൾപേപ്പർ ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രിസ്മസിൻ്റെ വാൾപേപ്പറാണ്. ഇവിടെ നടുക്ക് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആഡ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് എല്ലാ ആപ്ലിക്കേഷനും. ഈ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പം ഈ ഒരു വാൾപേപ്പർ സേവ് ആയി അവിടെ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെയിൽ ടാപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്താലും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പും നമുക്ക് ഈ ഒരു വാൾപേപ്പർ നമ്മളെ ഹോം സ്ക്രീനിന് അനുയോജ്യമായ രീതിയിലാണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. അതിന് ജസ്റ്റ് വാൾപേപ്പർ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പം ആപ്ലിക്കേഷൻസ് എല്ലാം ഹോം സ്ക്രീൻ വരും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ആപ്ലിക്കേഷൻസ് ഉള്ള രീതിയിൽ അടുത്ത വാൾപേപ്പർ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻസ് വന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾപേപ്പർ സെറ്റ് ആക്കുന്നതിന് മുമ്പേ മനസ്സിലാകാം നമ്മുടെ വാൾപേപ്പർ ഹോം സ്ക്രീനിൽ എങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ ഇതിനകത്തും ഓർഗനൈസ് ചെയ്യുന്ന രീതി നല്ലൊരു രീതിയിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തും ചില ആപ്ലിക്കേഷൻസ് ചില വാൾപേപ്പേഴ്സ് പെയ്ഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ paper.com എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ജേർണൽസൊക്കെ കണ്ടുപിടിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ജേർണൽസും കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻസ് കാണാം. ഓക്കെ, അതനുസരിച്ചാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ സാംസങ്ങിൻ്റെ ഓപ്ഷനിലേക്ക് ആണെങ്കിൽ സാംസങ് ഫോണിൽ വരുന്ന മിക്ക വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതും ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പ്രിവ്യൂ ഓപ്ഷനാണ്. ലോക്ക് സ്ക്രീനിൽ എങ്ങനെ ഇരിക്കും, ഹോം സ്ക്രീനിൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും നമ്മുടെ ആൽബത്തിലേക്ക്. പിന്നെ അടുത്ത വാൾപേപ്പർ എന്ന് പറയുന്നത് എവർപിക്സ് എന്ന് പറഞ്ഞ വാൾപേപ്പറാണ്. ഈ അടുത്ത രണ്ട് ആപ്ലിക്കേഷൻസും എവർപിക്സ് ലൈവും അത് രണ്ടും ഇച്ചിരി പെയ്ഡ് വാൾപേപ്പേഴ്സ് ഉള്ളതാണ്, പക്ഷേ നല്ല ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ എവർപിക്സിനകത്ത് ഫോട്ടോസ് മൊത്തം ഇപ്പം മുമ്പ് കാണിച്ച പോലെ കുറേ വാൾപേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് സ്ട്രെയിറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഇച്ചിരി പ്രീമിയം വാൾപേപ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ്. അതിനകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതോടൊപ്പം ഒന്നും കൂടെ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഹോം സ്ക്രീനിൽ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ഇരിക്കും അതെല്ലാം കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഹാംബർഗർ ടൂൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനകത്തുള്ള പോലെ കുറേ ഓപ്ഷൻസ് വരും. അതിനെ നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെയുള്ള അടുത്തെന്ന് പറഞ്ഞാൽ എവർപിക്സ് ലൈവ്. ഇത് നമ്മുടെ ലൈവ് വാൾപേപ്പർ വേണമെന്നുള്ളവർക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാം. ലൈവ് വാൾപേപ്പർ ഇഷ്ടംമാതിരി ലൈവ് വാൾപേപ്പറുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതും മറ്റേതിൻ്റെ സെയിം രീതി തന്നെയാണ്. താഴെ ഉള്ള ഓപ്ഷൻസ് എല്ലാം അതുപോലെ തന്നെയാണ്. സൈഡിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ജേണൽസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ലൈവ് വാൾപേപ്പർ സെലക്ട് ചെയ്തെടുക്കാം. ഇതിലെല്ലാ വാൾപേപ്പേഴ്സും 3D ടച്ച് ചെയ്യും. നമുക്കറിയാം ലൈവ് വാൾപേപ്പർ വർക്ക് ചെയ്യുന്നത് 3D ടച്ചിലാണ്. അതേപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 3D ടച്ച് ചെയ്യുമ്പോൾ ഇത് കറങ്ങുന്നത് കാണാം. നല്ലൊരു അടിപൊളി വാൾപേപ്പറാണത്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അതെല്ലാം ടാപ്പ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ടു അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ലോഡാവും. ആ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രോ ആയിട്ടുള്ള വാൾപേപ്പേഴ്സും ഡൗൺലോഡ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെഡ്ജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇത് നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സെഡ്ജ്. ഇത് നമ്മുടെ ആൻഡ്രോയിഡിലും അതേപോലെ തന്നെ ഇപ്പം iOS-ലും ആപ്ലിക്കേഷൻ ഉണ്ട്. നേരത്തെ തൊട്ട് ആൻഡ്രോയിഡിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് സെഡ്ജ്. ഇതിനകത്ത് ധാരാളം കളക്ഷൻസ് ഓഫ് വാൾപേപ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ നോക്കിയറിയാം ഇതിനകത്ത് പ്രോ വാൾപേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേ ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് കോയിൻസ് കിട്ടും. ഓക്കെ, ഈ ഒരു കോയിൻസ് വെച്ചാണ് നമ്മൾ വാൾപേപ്പേഴ്സ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ഈ കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ മുമ്പേ എല്ലാ ആപ്ലിക്കേഷനകത്തുള്ള ആഡ് കണ്ടാൽ മതി. ഇത്ര 30 മിനിറ്റിൻ്റെ 30 സെക്കൻഡിൻ്റെയോ അല്ലെങ്കിൽ 15 സെക്കൻഡിൻ്റെ ആഡ് കാണുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കോയിൻസ് കിട്ടും. ഈ ഒരു ക്രെഡിറ്റ് കോയിൻസ് ഉപയോഗിച്ച് നമുക്കിത് ഇതുപോലത്തുള്ള വാൾപേപ്പേഴ്സൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ധാരാളം വാൾപേപ്പർ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ധാരാളം കളക്ഷൻസ് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് താഴെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നടുക്ക് സെർച്ച് ചെയ്യാനുള്ള മെനു ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി നമുക്ക് സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും അവസാനം എബൌട്ട് സ്ക്രീൻ ഉണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ വേർഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട് കാര്യമില്ല, അതിനകത്തുള്ള ബെൽ ഐക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാതെ തന്നെ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. Till then, peace out.